അള്ളാഹു സുബ്ഹാനഹു വ തആല താഴാകാശത്തിലേക്ക് ഇറങ്ങുന്നുള്ള കാര്യം സുന്നത്തായിട്ടുള്ള സ്വഹീഹിലും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ടതാണ്. അതെങ്ങനെയാണ് നമ്മൾ സ്ഥിരപ്പെടുത്തുന്നത്? ഇവിടെ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ബിഗൈരി കൈഫിൻ, അതിന് നമ്മൾ എന്ത് ചെയ്യില്ല, കൈഫിയത്ത് പറയില്ല. അള്ളാഹു എങ്ങനെയാണ് ഇറങ്ങാന്ന് പറഞ്ഞാൽ ആ ഒരു രൂപം നമ്മൾ പറയില്ല. അള്ളാഹുവിന്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്, തശ്ബീഹ് ചെയ്യരുത്, വേറെ ഒരാൾ ഇറങ്ങുന്ന പോലെയാണ്. അള്ളാഹു ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങാന്നാണ് ഉദ്ദേശം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്ക് ഇറങ്ങാനാണ് ഉദ്ദേശം. അങ്ങനെ എന്ത് ചെയ്യരുത്, തഹരീഫും ചെയ്യരുത്, എങ്ങനെയും പറയരുത്, തഫ്വീദ് ചെയ്യുകയും ചെയ്യരുത്. ഫുഖഹാകളെ പോലെ ഇറങ്ങാന്ന് പറഞ്ഞാൽ എന്താന്ന് തന്നെ നമുക്കറിയില്ല, അങ്ങനെ പറയരുത്. പക്ഷെ ഇറങ്ങാൻ എന്താന്ന് നമുക്കറിയാം, മേലെ നിന്നും താഴോട്ടേക്ക് വരുന്നതിനാണ് എന്താ പറയാ, ഇറങ്ങാന്ന് പറയാം. പക്ഷെ അള്ളാഹുവിന്റെ ഇറക്കം എന്താന്ന് നമുക്കറിയില്ല. ശലഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അമിർറുഹ കമാ ജാഅത്. അമിർറുഹ എന്ന് പറഞ്ഞാല് അസ്ബിതുഹ, നിങ്ങൾ അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തു, ബിലാ കൈഫ്, എങ്ങനെയാണോ വന്നത് അത് കൈഫിയത്ത് പറയാതെ, അതിന്റെ രൂപം പറയാതെ അങ്ങനെ തന്നെ സ്ഥിരപ്പെടുത്തുക. ഇതാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ സിഫത്തിലായിക്കോട്ടെ മറ്റുള്ള സിഫത്തിലായിക്കോട്ടെ അവരുടെ വിശ്വാസം ഇതാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മുഖ്തസറുസ് സവാഇഖിൽ 420 പേജിൽ പറഞ്ഞായിട്ട് കാണാം, ഇന്ന നുസൂല റബ്ബി തബാറക വ തആല ഇല സമാഇ ദുനിയ കുല്ല ലൈലത്തിൻ ഖദ് തവാതറത്തിൽ അഖ്ബാറു അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല താഴെ ആകാശത്തിലേക്ക് എല്ലാ രാത്രിയിലും ഇറങ്ങും എന്നുള്ള വിഷയത്തിൽ ഒരുപാട് ഹദീസുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടിട്ട് വന്നിട്ടുണ്ട്. മുത്തവാത്തിറാണത്. റവാഹു അൻഹു നഹു 28 നഫ്സൻ മിനസ് സഹാബ. ഈ ഒരു ഹദീസ് 28ഓളം സഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 28ഓളം സഹാബികൾ, മുത്തവാത്തിറായിട്ടുള്ള ഹദീസാണ്. വഹാദ യദുല്ലു അലാ അന്നഹു കാന യുബല്ലിഗുഹു ഫീ കുല്ലി മൗതിനിൻ വ മജ്മഇൻ. ഇത് അറിയിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലത്തും ഓരോ സ്ഥാനങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു, ഈ ഒരു ഹദീസ് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നു എന്നാണ് ഇത് അറിയിക്കുന്നത്. ഫകൈഫ തകൂനു ഹഖീഖതുഹു മുഹാലൻ വ ബാത്തില. അപ്പൊ എങ്ങനെയായിരിക്കെ പിന്നെ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറക്കം എന്ന് പറയുന്ന ഈ ഒരു വിശേഷണം അത് പിന്നെ എങ്ങനെയാണ് സാധിക്കാത്തതും നിരർത്ഥകമായിട്ടുള്ള ഒരു കാര്യവും ആവുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. അതായത് മുത്തവാത്തിറായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ബിദഅത്തിന്റെ ആളുകൾ വന്നിട്ട് പറയുന്നത്, അള്ളാഹു ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജാ അമ്രുല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൻസിലു റബ്ബുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും യൻസിലു അമ്രു റബ്ബിന, അള്ളാഹുവിന്റെ കൽപ്പന, ഞങ്ങളുടെ റബ്ബിന്റെ കൽപ്പന ഇറങ്ങി എന്ന് പറയും. അല്ലെങ്കിൽ പറയും യൻസിലു മലക്കു റബ്ബിന, നമ്മുടെ റബ്ബിന്റെ മലക്ക് ഇറങ്ങി എന്ന് പറയും. ഇതെന്ത് ചെയ്യാണ് അവര്? തഹരീഫ് ചെയ്യാണ്. അപ്പൊ ഇത് മുത്തവാത്തിറായിട്ടുള്ള ഒരുപാട് സഹാബികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അതില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹദീസാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്. അത് സ്വഹീഹിലുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യൻസിലു റബ്ബുനാ ഇലസ് സമാഇ ദുനിയ ഹീന യബ്ഖാ സുലുസുൽ ലൈലിൽ ആഖിർ. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ താഴെ ആകാശത്തിലേക്ക് രാത്രിയുടെ 3 അവസാനത്തെ ഭാഗം ബാക്കിയായിരിക്കെ ആ ഒരു സമയത്ത് ഇറങ്ങുന്നതാണ്. ഫയഖൂലു, എന്നിട്ട് അള്ളാഹു പറയും, മൻ യദ്ഉനി ഫഅസ്തജീബ ലഹു വമൻ യസ്അലുനി ഫഉഅതിയഹു വമൻ യസ്തഗ്ഫിറുനി ഫഅഗ്ഫിറ ലഹു. ആരാണ് എന്നോട് ദുആ ചെയ്യുന്നത്, ഞാൻ അവന് ഉത്തരം കൊടുക്കും. ആരാണ് എന്നോട് ചോദിക്കുന്നത്, ഞാൻ അവന് നൽകും. ആരാണ് എന്നോട് പാപമോചനം ചെയ്യുന്നത്, ഞാൻ അവന് പുറത്തു കൊടുക്കും. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഇറങ്ങി വരും, മനസ്സിലായില്ലേ? എന്നാൽ ബിദഅത്തുകാരായിട്ടുള്ള മുഅ്തസിലിയാക്കളും ജഹ്മിയാക്കളും ഒക്കെ പോലെയുള്ള ആളുകൾ ഈ ഒരു സിഫത്തുൻ നുസൂൽ എന്ത് ചെയ്തിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്.